ഉറങ്ങാനേ കഴിഞ്ഞില്ല. ശരിക്കൊരു കാളരാത്രി. ഞാനിപ്പോ പോവാണ്. രവിയേട്ടനെ കാണുന്നില്ല. അത്യാവശ്യമുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞേക്കൂ. നാളെ ക്ലാസ്സില്ലേ? പോർഷൻ തീർന്നിട്ടില്ല. ഇപ്പോൾ എന്നോട് വരുന്നോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ബസ്സിന് വന്നോളാം. സിസ്റ്ററോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. ഒരു ത്രട്ടണിങ് ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും വരെങ്കിൽ നേരെ രാജി എഴുതി കൊടുക്കണം. അത് വേണ്ട. ഞാൻ നാളെ കോണ്ടാക്ട് ചെയ്യാം. അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. നടക്കട്ടെ. രാജേന്ദ്രന്റെ കാറിന്റെ ശബ്ദമല്ലേ ആ കേട്ടത്? പോയി. നിനക്കും പോയായിരുന്നില്ലേ? ബസ്സിന് കാത്തുകെട്ടി ഒന്ന് തെക്കി തിരക്കി. നാളെ പോകുമ്പോ വീട് ഒഴിയുന്നൊന്ന് നോട്ടീസ് കൊടുത്തേക്ക്. വെറുതെ വാടക കൊടുക്കണ്ടല്ലോ. ഞാൻ ഒന്ന് സെറ്റിൽ ആവുന്നവരെ നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാം. അല്ല, രാജേന്ദ്രന്റെ വീട്ടിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ്. ചീഫ് എഡിറ്റർ MD ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുണ്ണാനിരിക്കോ ആവോ? കൂട്ടാൻ വെക്കാൻ പടലായി മാത്രമേ ഉള്ളൂ. ആ ജുബയിട്ട കന്നടക്കാരനില്ലേ, അയാൾ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ചെറിയമേ, കുറച്ച് ചായ മുകളിലേക്ക്. ഞാനൊന്ന് കുളിക്കാൻ കയറുകയാണ്. ദുർഗ വന്നിട്ടില്ലേ ഇന്ന്? ദുർഗ കമ്പനികളുടെ മാതിരി ഷിഫ്റ്റ് അല്ലേ. മാലിന്യ ഉള്ളപ്പോ സ്വന്തം ഗൃഹഭരണം, മാലിന്യ പോയാ ഇവിടെ ഫുൾ ടൈം ഡ്യൂട്ടി. നിൽക്കൂ, മാലിന്യോട് ഒരു കാര്യം. അല്ല, പറയണേലൊന്നും വിചാരിക്കരുത്. രവിയുടെ ഓഫീസില് ഒരാൾ മരിച്ച സ്വന്തക്കാരൊരാൾക്ക് പണി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയില്ലേ? എന്തോ അറിഞ്ഞൂടാ. ഉണ്ട്. ഇവരെങ്ങനെ സൗകര്യത്തിൽ ഒന്നിച്ച് കാണാൻ പറ്റില്ല എപ്പോഴും. കുട്ടിക്കൊന്ന് പറഞ്ഞു വെച്ചൂടെ? എന്താ പറയേണ്ടത്? അല്ല, കുട്ടിക്ക് ഉദ്യോഗമുണ്ട്. നമ്മുടെ മൂത്ത ആളില്ലേ കാർത്തി, അവർക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് ബോംബെയിലെ പണി കൊണ്ട് ഒരു മേലകടി ഉണ്ടാവില്ല. അരിഷ്ടിച്ചാ കഴിയണതേ. മനസ്സിലായില്ല. ചെറിയമ്മയുടെ മകളുടെ ഭർത്താവ് സ്വന്തം അളിയനെ പോലെ തന്നെയല്ലേ. കൃഷ്ണൻകുട്ടിക്ക് രവിയുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പണി, മരിക്കുന്നവർക്ക് ഒരു അവകാശം അത്രയത്. എന്തിനാ വേണ്ടാന്ന് വെക്കണേ? രവി ഇപ്പോഴേ MDയോട് ഒരു വാക്ക്. വിൽപത്രം തയ്യാറാക്കുന്നുണ്ടല്ലോ, ഈ വകുപ്പും അതിൽ ചേർത്താ മതിയല്ലോ ചെറിയച്ച. കൊണ്ടോ കൊണ്ടും ഇല്ലാണ്ട് ഓരോ എഴുന്നള്ളിക്കും. പറഞ്ഞാൽ എന്താ തെറ്റ്? ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞാൽ ഒരു ന്യായക്കാരുണ്ടെന്ന് ഒരാളും പറയില്ല. മാലിനി, how are things? Is he better? I know your problems. എക്സ്ട്രാ അവേഴ്സ് എടുത്തിട്ട് പോർഷൻ തീർത്തോളൂ. സ്റ്റുഡൻസിനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ദയയും കാരുണ്യൊക്കെ പ്രാർത്ഥനയില്. ഇപ്പൊ മനസ്സിലായില്ലേ മാലിനി? വേലക്കാരുടെ പ്രശ്നം എന്തായി? വന്നു. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചെറിയച്ഛനെ കിട്ടി. ചെറിയേട്ടൻ കുറച്ച് ചോറുണ്ട്. ലോക്കൽ ഡോക്ടർ വന്ന് നോക്കിയിരുന്നു. എനിക്കൊരു ബയർ വന്നിട്ടുണ്ട്, ഒരു ജപ്പാൻകാരൻ. അയാളുടെ വൈഫുണ്ട്. അവരെ സീ ഫേസിൽ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. 8 മണി. റെഡി ആയിരിക്കും. ഞാൻ 7:45 ഒന്ന് പിക്കപ്പ് ചെയ്യാം. അയ്യോ,
ഞാൻ ഒരു ചേഞ്ചിന് യു നീഡ് ഇറ്റ്. രോഗം, മരണം ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. കുറച്ച് സമയമെങ്കിലും അതൊക്കെ ഒന്ന് മറക്കണ്ടേ? ഞാനാ പറയുന്നത്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. റെഡി ആയിരിക്കൂ. വേണ്ട. രവിയേട്ടന് 100 പരിചയക്കാരുണ്ട്. അവരാരെങ്കിലും കണ്ടാൽ പിന്നെ ടു ഹെൽ വിത്ത് ഇറ്റ്. നാട്ടുനടപ്പിന് ആസ്പത്രിയിൽ മുഖം കാട്ടി ഹാജർപ്പിച്ച് പോയവരല്ലേ എല്ലാം. കഴിഞ്ഞ 5-6 മാസത്തെ പ്രോബ്ലംസ്, സഫറിങ്സ്, അഗണി അത് സഹിച്ചവർ നമ്മൾ രണ്ടാൾ മാത്രമാണ്. വേണ്ട രാജേന്ദ്രൻ, ഞാനില്ല. ശരി, വേണ്ട. യു ആർ റൈറ്റ്. ഞാൻ ചെറിയമ്മോട് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്റെ കല്യാണക്കാരിയൊന്നും ആരും ശ്രമിച്ചില്ലേ? ഓ, ശ്രമിക്കാത്ത കുറ്റമൊന്നുമില്ല. എന്നിട്ട് അതിന് ആരും ഓടി നടക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആർക്കും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിത്യചെലവിനുള്ളത് തോട്ടത്തുനിന്ന് കിട്ടും. പിന്നെന്താ? നിന്റെ 2 കത്തുകളും എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ മറുപടി എഴുതിയില്ല. അയ്യോ, അന്നത്തെ ഓരോ വിട്ടിത്തം. അതിന് എന്നെ പറഞ്ഞാ മതി. വെറുപ്പ്, ശാപം ഒക്കെ നിനക്ക് തോന്നിയിരിക്കും അന്ന് എന്നോട്. അയ്യോ, അതൊരിക്കലും ഇല്ല. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ എഴുതി. എന്നേക്കാൾ വിവരവും പഠിപ്പും ഒക്കെ ഉള്ള ഒരാളെ ഉറപ്പിച്ചിരിക്കുമെന്ന് കേട്ടപ്പോ പിന്നെ സന്തോഷേ തോന്നിയുള്ളൂ. ഏടത്തിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. കോടീശ്വരനാണ് അച്ഛൻ, ഒറ്റ മകളെന്നൊക്കെ കേട്ടു. കണ്ടപ്പോ ആ പ്രതാപം ഒന്നുമില്ല പെരുമാറ്റത്തില്. സമയം എനിക്ക് എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പഠിപ്പ് കഴിഞ്ഞ് തെണ്ടി തിരിയാൻ തുടങ്ങിയപ്പോ ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു. നാട്, വീട് ഒന്നും മനസ്സിലില്ലാത്ത അവസ്ഥ. കുട്ടിക്കളികളുടെ അധ്യായത്തിലെ വാക്കിനും വരികൾക്കുമൊക്കെ നീ ഒരുപാട് അർത്ഥം കണ്ടിരുന്നു. അതൊക്കെ നീ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. കത്ത് വായിച്ചപ്പോ ഞാൻ തേങ്ങിപ്പോയി, സത്യം. പക്ഷേ വൈകിപ്പോയിരുന്നു. ഇനിയിപ്പൊ അതൊക്കെ വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഒക്കെ ഓരോരുത്തരുടെ യോഗാന്ന് നിശ്ചയിച്ചാ മതിയല്ലോ. നടക്കട്ടെ. ഇപ്പോഴെന്തെങ്കിലും വേണോ? ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു പ്രയോജനമില്ല. എന്നാലും പറയാതെ വയ്യ. നിന്റെ കത്തിലെ വരികൾ നീറിപ്പുകഞ്ഞുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ കെടാതെ കിടക്കും. ഒരുപാട് സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ട എന്താണെന്ന് എനിക്ക് ബോധ്യായി. ഞാൻ വിസ്തരിക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്റെ അടുത്ത് എത്തിച്ചു തന്നല്ലോ ഭഗവാന്. ഇനി എപ്പോഴും ഞാനുണ്ടാവും കൂടെ. ഇവിടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രം ഉണ്ടോ ചേച്ചി? ഇല്ല, അത് പട്ടാമ്പിക്കടുത്തല്ലേ? ഇവിടെയല്ല സാർ. ചേച്ചി രവി സാറിന്റെ ബന്ധത്തിലുള്ളതാണ്. ഡോക്ടർ ഉണ്ണി വലിയ ഡോക്ടറാണ്. ശിവൻ വൈദ്യനാഥനാണ്. രവിക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസം കാണില്ല അല്ലേ? അടുത്തല്ലേ, നടക്കാം. കരിമുത്തിൽ എവിടെങ്കിലും കണ്ടുണ്ടോ ബാബു? വയലിലൊക്കെ ഉണ്ട്.
വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കണ്ടു. അത് വെളുത്ത മുത്തിലാണ്. മുമ്പൊക്കെ ഓരോ പറമ്പിലും എത്ര മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാലക്കൽ കിഴക്കേതിൽ മരിച്ച ഉണിച്ചിരി അമ്മമകൻ 1-ാം നമ്പറുകാരൻ രവിശങ്കർ 34 വയസ്സ്, പത്രപ്രവർത്തനം. മേപ്പടി രവിശങ്കറിന്റെ ഭാര്യ മാലിനി 28 ഞാൻ ഡോക്ടർ കെ ആർ ഉണ്ണി. ഓർമ്മയുണ്ടോ? കരോൾ ബാഗ് ഡോക്ടർ രാമനുണ്ണി. ആ, ബാബു ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ 12 കൊല്ലായില്ലേ. ഞാൻ ഡൽഹിയിലെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നിന്നപ്പോ ഇവരുടെ ലോഡ്ജിലായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോ താൻ ശങ്കേഴ്സ് വീക്കിൽ കയറിയിരുന്നു എന്നാണ് ഓർമ്മ. അത് 3 മാസം, പിന്നെ നാട്ടിലേക്ക് പോന്നു. ഒരിക്കൽ ആരോ പറഞ്ഞു താൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. അത് പടിപ്പുറത്ത് എത്തിയില്ല എന്ന് കണ്ടപ്പോ വിട്ടു. പിന്നെ കേട്ടത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നു, മനുഷ്യർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ ചിലതൊക്കെ എഴുതുന്നു എന്നൊക്കെയാണ്. അതുവരെ റിപ്പോർട്ട് കിട്ടി. ശേഷം കഥ ശിഷ്യൻ ബാബു പ്രസാദിൽ നിന്നറിഞ്ഞു. ചായ വേണ്ട? ഞാൻ ഡോക്ടറെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് സർ. ഞാൻ ഡോക്ടർ റഹീമുമായിട്ട് സംസാരിച്ചു. റഹീമിനെ എനിക്കറിയാം. വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിന് വന്നപ്പോ എന്റെ കൂടെയാണ് താമസിച്ചത്. ഈസ് ഗുഡ്. പക്ഷെ രവി ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി. അവസാനം ഇവിടെ മതിയെന്ന് നിശ്ചയിച്ചു. സെന്റിമെന്റ്സ് എന്നോ നൊസ്റ്റാൾജി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോ ഇയാൾ തോൽവി പറഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണല്ലേ? വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ റഹീം തന്നെയല്ലേ പറഞ്ഞത്? ഈസ് റൈറ്റ് ആൻഡ് ഹീസ് ഗുഡ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അതും ശരിയാണ്. പക്ഷെ തനിക്ക് ചെയ്യാനാവുന്നത് താൻ ചെയ്യുന്നില്ലല്ലോ രവി. ദാറ്റ് ഇസ് ബാഡ്, വെരി ബാഡ്. ഡോക്ടർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിക്കടുത്ത്. പത്രത്തിലൊക്കെ വന്നിരുന്നു. സാർ അവിടെ പോണെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വന്നതും കണ്ടതും വളരെ വളരെ സന്തോഷം. പക്ഷേ ഞാൻ പഠിച്ചില്ല. ഈ സ്റ്റേജിൽ ഡോക്ടർക്ക് എന്നെ ഇനി സഹായിക്കാനും ആവില്ല. യു ആർ റൈറ്റ്. എനിക്ക് സഹായിക്കാനാവില്ല. ദ ക്വസ്റ്റ്യൻ ഈസ്, തനിക്ക് തന്നെ സഹായിക്കാനാവുമോ? അതാണ് അറിയേണ്ടത്. വേണമെങ്കിൽ നോക്കാം. ഡോക്ടർ സിമോണ്ടൺ, റേഡിയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ഡോക്ടർ ലോറൻസ് ഷിഹാൻ, ഡോക്ടർ റഷീദ് ബസീരി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ഡോക്ടർ ദീപക് ചോപ്ര. ഇവരൊക്കെ പരീക്ഷിച്ച് അപ്രൂവ് ചെയ്ത പ്രോഗ്രാമാണ് ഞാനും ചെയ്യുന്നത്. കേൾക്കാൻ താൻ തയ്യാറുണ്ടോ? ഞാൻ ചില സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊട്ടിയ ഒരു എല്ല് എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവെങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ സംഭവം. എങ്ങനെ? ശാസ്ത്രത്തിന് അറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം, ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ. ഡോക്ടർ റഹീം കണ്ട ശരീരമല്ല ഞാൻ കാണുന്നത്. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ചുരുക്കത്തിൽ റഹീം കണ്ട രോഗിയല്ല ഇപ്പോഴെന്റെ മുന്നിൽ. ആ ശരീരത്തെ അല്ല ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. ഹെറാക്ലിറ്റസ് പറഞ്ഞില്ലേ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്. എന്താ അർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. നീയും ഞാനും ചേർന്നൊരു പടയൊരുക്കത്തിന് തയ്യാറാവൂ. ബാബു, ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കൂ. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. തന്റെ ഈ ശിഷ്യം കൊള്ളാം. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ എന്നോട് അവസാനം ഒരു ചോദ്യം, അമേരിക്കക്കാര് നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നൈസ് ക്വസ്റ്റ്യൻ. ഭ്രാന്തന്മാർ കുറെ പേരുണ്ടെന്ന് ഈ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. വരട്ടെ, ഞാൻ നാളെ മോർണിംഗ് ബിഫോർ 10 വരും. എന്റെ കൂടെ വരണം രവി. ഡോക്ടർ,
മരിക്കാൻ ഒരുങ്ങി വന്നതല്ലേ, കുറെ കൂടി നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കിടന്ന് മരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. എന്താ? ഞാൻ 5 മാസം കൂടി ഇന്ത്യയിലുണ്ടാവും, ഹോസ്പിറ്റലിൽ ഒരു ഫൈനൽ സെറ്റപ്പ് ആവുന്നത് വരെ. ചികിത്സയ്ക്കല്ല, എന്റെ കൂടെ കുറച്ച് ഹോളിഡേസ്, അതിനാണ് ഞാൻ ക്ഷണിക്കുന്നത്. Agreed? രവീട്ടിൽ എങ്ങോട്ടും പോണ്ട. അന്യ നാട്ടിലൊക്കെ അയാൾ പറയണത് കേട്ട് ചെന്ന് കിടന്ന നോക്കാൻ ആരുണ്ടാവുക? ഡോക്ടർ ഉണ്ണിയുടെ പരീക്ഷണമായിട്ട് ബാക്കി വെക്കണ്ട. അയാൾക്ക് എളുപ്പത്തിൽ കിട്ടിയ എന്റെ ശരീരമാണല്ലോ ഇവിടെ. പഴയ ഒരു ഫ്രണ്ടായി പോയില്ലേ. മൈൻഡ് ബോഡി മെഡിസിനിൽ ഞാൻ വായിച്ചതാണ് ഡോക്ടർ പറഞ്ഞ പലതും. സാർ പോണം. മാലിന്യം ഒന്ന് ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. രാജേന്ദ്രൻ ട്രൈ ചെയ്യാവോ എളുപ്പം? വിവരം പറഞ്ഞേക്ക്. കൂടെ വന്ന് നിൽക്കാനൊന്നും അവൾക്ക് ലീവ് ഉണ്ടാവില്ലേ. ദുർഗയ്ക്ക് വരാനാവോ? അമ്മോട് ചോദിക്കേ. ഞാൻ വരും. എനിക്ക് ആരുടെയും ലീവും സമ്മതം വേണ്ട. ഞാൻ നിന്നോളാം. ലീവ് കിട്ടില്ലേ അച്ഛാ? കടലാസിൽ 4 വരി എഴുതി കൊടുത്ത് ജോലി വേണ്ടാന്നും പറഞ്ഞ് ഒറ്റ ഇറങ്ങണം. ഭർത്താവ് അത്യാസന്നായി കിടക്കുമ്പോള് അങ്ങനെ തറവാട്ടി പറഞ്ഞ കുട്ടികളെ അച്ഛാ ചെയ്യ. അതിന് എന്ത് തറവാട്? അമ്മ എന്നും മിണ്ടാണ്ടിരിക്കൂ. അമ്മയ്ക്കറിയില്ലേ, ഈ പഞ്ചായത്തിന്റെ അതിർത്തി വിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. രവിയേട്ടന്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോവാനൊരു യോഗം ഉണ്ടാവുമായിരിക്കും. അതിങ്ങനെയായിരിക്കും. 10 മണിന്നല്ലേ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് ചെറിയമ്മേ, അത് തുറന്നുകൊണ്ടേയിരുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ ഹീലിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ രോഗം ഭേദമാക്കുന്ന ശാസ്ത്രമായി അത് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ നാടന്മാർക്കാണ് സംശയം. സാക്ഷാൽ അമേരിക്കയിലെ കൊടികുത്തി വാഴുന്ന ഡോക്ടർമാർക്ക് യാതൊരു സംശയവുമില്ല. ബാബു, എന്റെ ഈ ബാഗും കൂടി വെക്കണം. ചെറിയമ്മേ, ഞാൻ ഈ 2 ദിവസം കൂടുമ്പോ വിവരത്തിന് എഴുതാട്ടോ. സമയത്തിനെത്തുമെന്നായിരുന്നു മാലിന്യയുടെ ഭയം. ഞാൻ രാജേന്ദ്രൻ. ഹലോ. രവിയേട്ടന്റെ ഒരു ആരാധകൻ, ശിഷ്യൻ എന്നൊക്കെ പറയാം. ബാബു രാജേന്ദ്രന്റെ കൂടെ കയറിക്കോളൂ. ഞാൻ ഡോക്ടറുടെ വണ്ടിയിൽ. എന്റെ വൈഫാണ്. ദുർഗയും പോന്നോട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ഒരു സഹായത്തിന്. എന്തിന്? അവിടെ ഒരു സെറ്റപ്പ് ആവുന്നതുവരെ ഞാനുണ്ടാവും. ദുർഗ വരേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ